അൻവറുടെ വാക്കുകൾ കേട്ട് നെഞ്ചുപൊട്ടിയാണ് പുഷ്പ മരിച്ചത്. പല രഹസ്യങ്ങളും അൻവർ പൊട്ടിക്കാൻ പോകുന്നതേയുള്ളൂ. ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി തകരുന്നത് കണ്ടിട്ടായിരിക്കും പിണറായിയുടെ അന്ത്യമുണ്ടാവാൻ പോകുന്നത്. പുഷ്പന്റെ ആത്മാവ് പിണറായി വിജയനും എം വി ഗോവിന്ദനും മാപ്പ് കൊടുക്കില്ല. ADGPയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അൻവറുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ്. ഇസ്ലാമിക ഫോഴ്സ് ഉണ്ട് എന്ന് ഞാൻ ബോധപൂർവ്വം വിശ്വസിക്കുകയാണ്. പിണറായി വീണാൽ ശൈല ടീച്ചർക്കോ അല്ലെങ്കിൽ മറ്റു പലർക്കോ അൻവറിലൂടെ രംഗത്ത് വരാം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അൻവർ CPMന്റെ അന്തകനാണ്. അൻവർ ഉയർത്തുന്ന വിഷയത്തെക്കാൾ കൂടുതൽ അൻവർ എന്ന് പറയുന്ന വ്യക്തി CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള CPMന്റെ കാലനായി അൻവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ധാരാളം ചോദ്യങ്ങളുണ്ട്. CPM എന്തുകൊണ്ടാണ് അൻവറെ ഭയപ്പെടുന്നത്? സാധാരണ MV രാഘവൻ വെളിയിൽ പോയപ്പോൾ ഇല്ലാത്ത ഭയപ്പാട് ഇന്ന് അൻവറിനോടുണ്ട്. അതിന് കാരണം CPMന്റെ പല രഹസ്യങ്ങളുടെയും താക്കോൽ അൻവറുടെ കയ്യിലുണ്ട്. രഹസ്യ കലവറകളിലെ പല രഹസ്യങ്ങളും അൻവർ പൊട്ടിക്കാൻ പോകുന്നതേയുള്ളൂ. ഇതിൽ CPM വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ MV ഗോവിന്ദൻ ഒന്നുമല്ലാത്ത കേവലം ഒരു MLA മാത്രമായ അൻവറിനെ ഇങ്ങനെ ഭയപ്പെടില്ല. MV ഗോവിന്ദനും പിണറായിയും പാർട്ടിയും അൻവറിനെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പ്രകടനവും അൻവറിനെ തടയാൻ എല്ലാവരും ഓടി വരൂ എന്ന് പറയുന്ന അപേക്ഷയും. അപ്പോൾ CPMന്റെ അന്തകനായി കാലനായി അൻവർ മാറുന്നു എന്നത് യാദൃച്ഛികമല്ല. അതൊരു നിസ്സാരമായ കാര്യവുമല്ല. അൻവറുടെ കയ്യിൽ CPM ചെയ്തു കൂട്ടിയിട്ടുള്ള ധാരാളം അനഭിമതമായ അധമ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ കാര്യങ്ങൾ അൻവറുടെ കയ്യിലുണ്ട്. വാസ്തവത്തിൽ അൻവർ ഇനിയും വളരണം, അൻവർ ഇനിയും പറയണം, അൻവർ ഇനിയും കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇതാണ് BJPയുടെ ആഗ്രഹം. ഇപ്പോൾ അൻവർ കൊണ്ടുവന്ന കാര്യങ്ങളിൽ കേവലം ADGPയും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെടുത്തി കാര്യം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതൊരു വിഷയമേ അല്ല. ADGPയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അതിനൊക്കെ അപ്പുറത്ത് അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യവും അൻവറുടെ മുന്നോട്ടുള്ള പ്രയാണവും വളരെ ഗുരുതരമാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിലെ ജനങ്ങൾ ഏറെ വിശ്വസിച്ചിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ഒരു പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളി പാർട്ടിയാണ് എന്നൊക്കെ കുറേ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ വിഭാഗം ജനങ്ങൾക്ക് അൻവർ ഇത്രയും കാലം കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ അൻവറിനറിയുന്ന CPMന്റെ രാപ്പനിയാണ് അൻവർ വിളിച്ചു പറയുന്നത്. അത് പൊതുസമൂഹത്തിൽ CPMനോടുള്ള വിശ്വാസ്യത ഇല്ലാതാവാൻ പോവുകയാണ്. ചുരുക്കത്തിൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതെന്തോ അത് പിണറായിക്ക് ശേഷമോ പിണറായി ജീവിച്ചിരിക്കുമ്പോഴോ ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി തകരുന്നത് കണ്ടിട്ടായിരിക്കും പിണറായിയുടെ അന്ത്യമുണ്ടാവാൻ പോകുന്നത്. ഏറ്റവും വലിയ ഒരു കാര്യം, പുഷ്പൻ മരിച്ച ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. പുഷ്പൻ മരിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ അൻവർ ഉയർത്തിവിട്ട അൻവറുടെ വാക്കുകൾ കേട്ട് നെഞ്ചുപൊട്ടിയാണ് പുഷ്പൻ മരിച്ചത്. അൻവറുടെ പൊതുസമ്മേളനം, അൻവറുടെ പത്രസമ്മേളനവും കഴിഞ്ഞപ്പോഴാണ് പുഷ്പൻ മരിക്കുന്നത്. പുഷ്പൻ ജീവിച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ്. പുഷ്പൻ ആക്രമിക്കപ്പെട്ടത് പാർട്ടിക്ക് വേണ്ടിയാണ്. പുഷ്പൻ കുത്തേറ്റത്, വെടിയേറ്റത് പാർട്ടിക്ക് വേണ്ടിയാണ്. ആ പുഷ്പൻ അതേ പാർട്ടിയിൽ കൂടെ താമസിച്ച്, കൂടെ കടന്ന്, കൂടെ MLA ആയി എല്ലാം അറിയാവുന്ന അൻവർ എന്ന് പറയുന്ന സഖാവ്, അല്ലെങ്കിൽ അൻവർ എന്ന് പറയുന്ന സഖാവ് MLA വിളിച്ചു പറയുന്നത് കേട്ട്
നെഞ്ചു പൊട്ടിയിട്ടാണ് പുഷ്പൻ മരിച്ചിട്ടുള്ളത്. പുഷ്പൻ്റെ ആത്മാവ് പിണറായി വിജയനും എം വി ഗോവിന്ദനും മാപ്പ് കൊടുക്കില്ല. അൻവറുടെ കൺക്ലൂഷൻ ഇപ്പം പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പം നമ്മൾ അത് പറയുന്ന ഒരു പ്രജുഡിസായിട്ട് മാറും. അൻവർ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ ശ്രദ്ധയോടെ കാത്തിരിക്കണം. അൻവറുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ്. നമ്മളൊക്കെ ചെറിയ ചെറിയ ശക്തികൾ, സി പി എമ്മിനുള്ളിലെ ഒരു ചെറിയ ഘടകം അല്ലെങ്കിൽ സി പി എമ്മിനുള്ളിലെ ഒരു ചെറിയ വിഭാഗം എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല. അൻവറിൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം അൻവർ വലിയൊരു മതേതര ഛായ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ആ മതേതര ഛായ കൊണ്ടുവരാൻ അൻവർ ശ്രമിക്കുന്നത് തന്നെ അൻവറുടെ പിന്നിൽ ഒരു വലിയ ഇസ്ലാമിക ഫോഴ്സ് ഉണ്ട് എന്ന് ഞാൻ ബോധപൂർവ്വം വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അതിപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അൻവർ ഒരു ബിനാമിയാണ്, ഒരു രാഷ്ട്രീയ ബിനാമിയാണ്. അൻവറുടെ രാഷ്ട്രീയ ബിനാമിത്വം വാസ്തവത്തിൽ അത് രാജ്യദ്രോഹികളുടേതാണ്, വിഘടനവാദികളുടേതാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അൻവർ ഇന്നലെ പാകിസ്ഥാനെ ഉപമിച്ച് സംസാരിച്ചു. പാകിസ്ഥാനോട് അല്പം പോലും താല്പര്യമില്ലാത്ത ഒരു ബാപ്പയുടെ മകനായിരുന്നു ഞാൻ എന്ന് അൻവർ പറയുന്നുണ്ട്. ഒരു സാധാരണ ആളങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ അങ്ങനല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത്രയും കാലം സി പി എം ഇയാളെ സംരക്ഷിച്ചത് ഇത്തരം ആളുകളുടെ, ഈ വിഘടന അല്ലെങ്കിൽ രാജ്യദ്രോഹികളുടെ ഒരു ബിനാമിയായി സി പി എം പ്രവർത്തിച്ചിട്ടുണ്ട്, അൻവറെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സി പി എം ഇത്രയേറെ ഭയപ്പെടുന്നത്. അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവർ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ അൻവർ സി പി എമ്മിൻ്റെ അന്തകനായി മാറും, അതിൽ സംശയമൊന്നുമില്ല. അൻവർ ആ ഒരു മലപ്പുറം ജില്ലയിൽ നിന്ന് വിട്ട് അൻവർക്ക് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അൻവർ ഉയർത്തിവിട്ട ഭൂതം അത് സി പി എമ്മിനെയും കൊണ്ടേ പോകും. ഈ സി പി എമ്മിൻ്റെ തകർച്ചയുടെ അടിസ്ഥാനം നിങ്ങൾ എസ് എഫ് ഐയെ നോക്കിക്കോളൂ. സി പി എം ഇന്നെടുത്ത ഒരു സ്റ്റാൻഡുണ്ട്. നിങ്ങൾ ഈ സി പി എമ്മിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാൻഡ് എന്താ? അവർ സി പി എം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നു എന്നാണ് ഇന്നലത്തെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അത് വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അൻവർ ഉയർത്തിവിട്ട ഭൂതം സി പി എമ്മിനെ ബാധിക്കാൻ പോകുന്നു. സി പി എമ്മിലെ മുസ്ലിം ഫണ്ടമെൻ്റലിസം, മത തീവ്രവാദം എസ് എഫ് ഐയിൽ നിന്ന് ആരംഭിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കൂ, അവിടെ ശബരിമല അയ്യപ്പനെ ആയാലും സരസ്വതി ആയാലും എല്ലാ തരത്തിലും ഹിന്ദു വിരുദ്ധതയാണ് എസ് എഫ് ഐയുടെ മുഖമുദ്ര. രാജ്യവിരുദ്ധതയാണ് എസ് എഫ് ഐയുടെ മുഖമുദ്ര. എസ് എഫ് ഐയിൽ നിന്നത് മെല്ലെ ക്രമേണ ഡിവൈഎഫ്ഐയിലേക്ക് ബാധിച്ചിട്ടുണ്ട്. അത് സി പി എമ്മിലും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം മതാന്ധതയുടെ ഒരു നീരാളിപ്പിടുത്തത്തിലാണ് സി പി എം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഹിന്ദു വോട്ട് ക്യാൻവാസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഇനി ഞങ്ങളില്ല എന്ന് പറയാൻ. അത് അൻവറിനോടുള്ള അല്ലെങ്കിൽ അൻവർ ഉയർത്തിവിട്ട ഭൂതത്തെ തടയാൻ വേണ്ടിയുള്ള സി പി എമ്മിൻ്റെ അവസാന ശ്രമമാണ്. അത് തട്ടിപ്പും വെട്ടിപ്പുമാണ് എന്നുള്ളത് വ്യക്തമാണ്. ആ തട്ടിപ്പിലൊന്നും ഈ നാട്ടിലെ രാജ്യസ്നേഹികളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വീഴില്ല. അൻവറെ കണ്ട് അൻവറുടെ ഭാഷ കേട്ട് വാസ്തവത്തിൽ മനസ്സിൽ മന്ദഹാസം പൊഴിക്കുന്നത് ശൈലജ ടീച്ചറും ജി സുധാകരനും അടക്കമുള്ള പിണറായി വിരുദ്ധരാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ ഒരു ഭൂകമ്പമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ പിണറായി വിരുദ്ധതയുടെ ഒരു പ്രതീകമായി അൻവർ നിൽക്കുകയാണ്. സംശയമൊന്നുമില്ല, പിണറായി വീണാൽ ശൈല ടീച്ചർക്കോ അല്ലെങ്കിൽ മറ്റു പലർക്കോ അൻവറിലൂടെ രംഗത്ത് വരാം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് എളുപ്പമൊന്നുമല്ല. അവരുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വടംവലിയുടെ ഒരു വിസ്ഫോടനവും കൂടിയാണ് അൻവറുടെ ഈ ഭാഷയും അൻവറുടെ ഈ മുന്നോട്ടുള്ള പ്രയാണം.